മിസ്സാണ്. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പൊ നമുക്കറിയാം EVS-ന്റെ എക്സാം ആണ്. ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇന്നത്തെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും നമ്മുടെ പരീക്ഷയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ. 28 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസും നമുക്കുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ് അല്ലെ, ഇന്ത്യയിലെ ഈ പറയുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രീലങ്ക ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, മ്യാൻമർ ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. ഇത്രയും ആൾക്കാരെ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കണം. ഇത് കൃത്യമായിട്ട് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്. വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ലൈ ക്ലോസ് ടു അറേബ്യൻ സീ അല്ലെ. അപ്പൊ കൃത്യമായിട്ട് മാപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാപ്പിന്റെ ചുറ്റുമുള്ള കൺട്രീസിനെയൊക്കെ നമുക്ക് കിട്ടി. ഇനി അറേബ്യൻ സീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെയാണ് നമ്മുടെ അറബിക്കടൽ വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ് അല്ലെ. അപ്പൊ അറബിക്കടലുമായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ഭാഗത്തുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഗുജറാത്ത് ഉണ്ട് അവിടെ, മഹാരാഷ്ട്ര ഉണ്ട് അവിടെ, ഗോവ ഉണ്ട്, കർണാടക ഉണ്ട്, കേരളം ഉണ്ട്, ആൻഡ് അതിനോട് തൊട്ട് കിടക്കുന്ന നമ്മുടെ തമിഴ്നാടും ഉണ്ട്. ഇത്രയും മക്കള് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ, എഴുതി പഠിക്കണം കേട്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ വശത്ത് നമുക്കറിയാം ബംഗാൾ ഉൾക്കടൽ അല്ലേ. അപ്പൊ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏവാ. നെയിം ദ സ്റ്റേറ്റ്സ് ദാറ്റ് ലൈ ക്ലോസ് ടു ബേ ഓഫ് ബംഗാൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉത്തരം നമ്മിട്ട് കൊടുക്കണം നമ്മള്. വെസ്റ്റ് ബംഗാൾ ആയിക്കോട്ടെ, ഒഡീഷ ആയിക്കോട്ടെ, ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ അല്ലെ. ഇത്രയും ആൾക്കാരെ അതും വേണമെങ്കിൽ മിസ് നിങ്ങൾക്ക് മാപ്പിൽ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ഇതാണല്ലേ, നമ്മുടെ അറബിക്കടലാണ് ഈ കാണുന്നത്. അപ്പൊ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ പോവും, കണ്ടോ നിങ്ങള്. അതാണ് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും ഓർത്തു വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് സമയമുണ്ട് പഠിക്കാനായിട്ട്, കൃത്യമായിട്ട് പഠിക്കാം. ആൻഡ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, ഓണമൊക്കെയാണ്, പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഓണം കളറാക്കാനുള്ളതാണല്ലേ. അപ്പൊ കൂട്ടത്തിൽ നമ്മുടെ പ്രാണ ബാച്ചിൽ 2.0 ബാച്ചിലേക്ക് നിങ്ങളെ ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. ഇപ്പൊ നമുക്ക് ഓഫർ ഉണ്ട്. ആൻഡ് ഈ ഓണം ഓഫറിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഗിവ് അവേ, അതായത് ഇപ്പൊ ജോയിൻ ചെയ്താൽ 10% ഡിസ്കൗണ്ട് കിട്ടും. നമുക്കറിയാം ആ കൂട്ടത്തിൽ നിങ്ങള് ഓഗസ്റ്റ് 31 ഉള്ളിലാണ് ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു ബാഗും ഒരു സ്മാർട്ട് വാച്ചും ഒക്കെ നിങ്ങൾക്ക് വിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് മറന്നു പോവണ്ട, അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പർ ആയിട്ട് പഠിക്കുക. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, ഇതൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിലും അതുപോലെ തന്നെ ലൈവിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. അടിപൊളിയായിട്ടിരിക്കുക. ബൈ.